നമസ്കാരം. എന്റെ മോനെ, ഒരു ഫോൺ സംഭാഷണം കേട്ടു. ഒരു മാപ്രയുടെ 16 അടിയന്തരം നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കരിമണൽ ഇപ്പോൾ മാപ്രകൾക്ക് വലിയ താല്പര്യമുള്ള ഒരു വിഷയമാണ്. നല്ല കച്ചവട ഉൽപ്പന്നമാണ് ഇപ്പോൾ ഈ ഒരു കരിമണൽ. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ. കാര്യം ഈ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ ഒരു ആരോപണങ്ങളുടെ ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയ എലമെന്റ് ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് CMRL എന്നൊരു കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടി അതിന് പിണറായിയുടെ ഒരു സഹായമുണ്ട് എന്ന് തോന്നണം. ആ തോന്നിപ്പിക്കാൻ വേണ്ട തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുക. അങ്ങനെ ട്രീ കട്ടർ ചാനലിലെ ഈ പ്രമുഖനായിട്ടുള്ള മുതിർന്ന അല്ലെങ്കിൽ പരിണിതപ്രജ്ഞനായിട്ടുള്ള മാപ്ര ഒരു വ്യാജ വാർത്തയടിച്ചു. ആ വാർത്തയെ നേരിട്ടും ഇതേ റിപ്പോർട്ടറെ വിളിച്ച് ദീപു ഗോപാൽ എന്ന വ്യക്തി പൊളിച്ചടുക്കി വസ്തുത പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മാപ്ര പറയുന്ന മറുപടി കേട്ടപ്പോൾ തോന്നുകയാണ്, ഞാൻ 4 ദിവസം മുമ്പ് കൊടുത്ത വാർത്തയാണ് അത്ര. ഇപ്പോൾ നമ്മുടെ ബിവറേജസിനെക്കാളും കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് റിപ്പോർട്ടർമാർ വാർത്തയായിട്ട് ക്യൂ നിൽക്കുന്നു എന്ന് തോന്നുകയാണ്. അതായത് ഇന്ന് ചെയ്ത വാർത്ത 4 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. അത്രമാത്രം ഈ വാർത്ത ക്യൂലായിട്ട് നിൽക്കുകയാണ്. ഏതും വാർത്തയായ ഈ കാലഘട്ടത്തിൽ ഒരു സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്ത രീതിയിലുള്ള മറുപടിയാണ് ആ മുതിർന്ന മാപ്രയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത്. എന്തായാലും ആ ഫോൺ സംഭാഷണം കേൾക്കേണ്ടിയിരിക്കുന്നു. കരിമണലുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ആൾക്കാർക്കിടയിൽ ഈ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുക, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഇതിനു വേണ്ടി വാർത്ത സൃഷ്ടിച്ച ആർ ശ്രീജിത്ത് എന്ന വ്യക്തിയെ ദീപു ഗോപാൽ നേരിട്ട് വിളിച്ചിട്ട് ഇതിന്റെ വസ്തുതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഞഞ്ഞഞ്ഞ പിഞ്ഞഞ്ഞ മറുപടികളും പിന്നെ ഞാൻ ഒരു വലിയ സംഭവമാണ് മറ്റതാണെന്ന് സ്വയം പറയുകയും ഈ വാർത്തയുടെ തെറ്റുണ്ടായതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വേണമെങ്കിൽ തിരുത്തി കൊടുക്കാന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാലേ ഈ കൈയോടെ പിടിക്കുമ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിലാണ് എന്ത് പച്ചക്കള്ളം പറഞ്ഞാലും ആളുകൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ പൊളിഞ്ഞെടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. അന്വേഷിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാകുന്ന കാര്യമാണ്. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി CID പ്രസാദ് കണ്ടം വഴി ഓടിയിട്ട് ശ്രീജിത്ത് ഈ പണി ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് ശ്രീജിത്തിനെ നേരിട്ടൊന്ന് വിളിക്കാം. ഹലോ, ശ്രീജിത്ത് സാറല്ലേ? സാർ, എന്റെ പേര് ദീപു എന്നാണേ. ഞാനേ ഇന്ന് രാവിലെ ഒരു സാറിന്റെ ഒരു വാർത്ത രാവിലെ വെളുപ്പിനെ കാണാൻ ഇടയായി. അതായത് നമ്മുടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടേ ഉള്ളൊരു വാർത്ത സാറ് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇന്ന് രാവിലെയാണ് ഞാൻ കണ്ടത്. വെളുപ്പിനെ ആണ് കണ്ടത്. അത് എനിക്ക് റീടെലികാസ്റ്റ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് സാറ് പറയുന്നത് ഈ ഇറിഗേഷൻ വകുപ്പിനകത്ത് മാറി നിന്ന് IRE നേരിട്ടാണ് ഇപ്പൊ കരാറ് വിളിക്കുന്നതെന്നാണ് സാറ് പറയുന്നത്. അതായത് ഇറിഗേഷൻ വകുപ്പും IRE ആയിട്ടാണ് പിന്നെ MOU സൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് IRE ആണ് ഇപ്പം അത് സബ് കോൺട്രാക്ട് ആണ് കൊടുക്കുന്നത് ഇത്തവണ. ഇറിഗേഷൻ വകുപ്പ് അപ്പൊ കരാറുണ്ട്, കരാർ MOU ഉണ്ട്, MOU ഉണ്ട്. MOU ആരുമായിട്ടുണ്ട്? MOU എപ്പോഴാണ് ഈ MOU എപ്പോ വന്നതാണ്? നേരത്തെ ഉള്ളതാണോ അതോ ഇപ്പൊ ഉള്ളതാണോ? അല്ല, എല്ലാ വർഷവും ഉണ്ട്. കഴിഞ്ഞ തവണ KMML-ആയിരുന്നു, ഇത്തവണ IRE. അങ്ങനെ ടേൺ വെച്ച് മാറ്റാനാണ് അത് ഇന്നത്തെ വിശദീകരണമാണ്. ഇറിഗേഷൻ വകുപ്പ് KMML-ലുമായിട്ട് മാത്രമേ കരാർ ഒപ്പിടുള്ളൂ, അല്ലാതെ IRE-ലുമായിട്ട് ഈ KMML ഒരു ഒപ്പുമിടില്ല. അന്നും MOU ഇല്ല, ഇനിയും MOU ഇല്ല. ഇവർ ഒപ്പിടുന്നത് KMML-ലുമായിട്ടാണ്. KMML-ന് IRE-യുമായിട്ട് കണക്ഷൻ ഉണ്ട്. അത് സാറ് പറയുന്നത് തെറ്റാണ്. എന്നിട്ട് സാറ് പറയണ ഇന്നത്തെ വിശദീകരണമാണെന്ന്. അല്ല സാർ, ഇന്നത്തെ വിശദീകരണം സാറ് ചോദിക്കണ്ടേ? അതെന്താണത്? ഇതിന്റെ കസ്റ്റോഡിയൻ ആരാണ്? ഈ സ്പിൽവേന്റെ കസ്റ്റോഡിയൻ ഇറിഗേഷൻ വകുപ്പാണ്. അപ്പൊ ഇറിഗേഷൻ വകുപ്പ് മാറി സാറിന്റെ റിപ്പോർട്ടിലാണ് പറയുന്നത്, തിരുത്തി ഒരു വാർത്ത വന്നിട്ടില്ല. അപ്പം ഇറിഗേഷൻ വകുപ്പ് ഇറിഗേഷൻ വകുപ്പ് കസ്റ്റോഡിയനായ ഒരു സ്പിൽവേയുടെ പണി മറ്റുള്ളവർ ഏറ്റെടുത്താൽ കരാർ വിളിക്കുന്നു എന്ന് എങ്ങനെയാ പറയാൻ കഴിയാ? അല്ല, മൈനിങ് IRE-ക്കാണ് അത് കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇറിഗേഷൻ വകുപ്പാണ് മറ്റേ സ്പിൽവേയുടെ ഷട്ടർ നന്നാക്കുന്നത്, അതിന്റെ കസ്റ്റോഡിയൻ അവരാണ്. അതിനകത്തൊന്നും തർക്കമില്ല. അതായത് ഈ IRE കഴിഞ്ഞ തവണ KMML-ആണ് ചെയ്തിട്ട് IRE ആയിട്ട് KMML കരാറുണ്ടാക്കിയിട്ടാണ് അവർക്ക് ഇൽമനൈറ്റ് കൊടുത്തത്. KMML-ന് ഇൽമനൈറ്റ് വിൽക്കാൻ പറ്റാത്ത ആ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്രാവശ്യം KMML ഇല്ലേ ചിത്രത്തില്? KMML IRE അവർക്ക് കൊടുക്കാവുന്ന ഒരു എഗ്രിമെന്റ് ആണ്. അതിനകത്ത് ക്ലാരിറ്റി വരുന്നതേ ഉള്ളൂ. ഇവർ ടെൻഡർ ഒക്കെ സത്യത്തിൽ സാർ ഇത് കൃത്യമായിട്ടൊന്നും തന്നെ അന്വേഷിക്കണം. നിങ്ങളൊരു സീനിയർ റിപ്പോർട്ടറാണ്.
അതിനു വേണ്ടിയിട്ടാണ് അങ്ങോട് പറയുന്നത്. അങ്ങ് ഇതൊന്ന് അന്വേഷിക്കണം. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇറിഗേഷൻകാരോട് ഈ വിവരം ചോദിക്കുമ്പോൾ അവര് ഇപ്പൊ ഒന്നും പറയാനില്ലെന്നാണ് അവർ പറയുന്നത്. ഇവര് പറയണ്ടേ നമ്മളിത് നമുക്ക് പിന്നെ സമരസമിതി ആരോപിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവരോട് ചോദിക്കുകയാണ്. KMML തന്നെ നമ്മുടെ ജില്ലയിൽ നമ്മൾ അവർ വിളിക്കുമ്പോൾ അവർക്ക് അതിനകത്ത് ഞങ്ങൾ ഇതിനകത്ത് തന്നെ IRE ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ടെൻഡർ ഇറിഗേഷൻ വകുപ്പായിട്ട് സാർ സംസാരിച്ചോ? ആരുമായിട്ട് സംസാരിച്ചേ? ഞാൻ ഇവിടുത്തെ മേയർ കേസ് പറഞ്ഞപ്പോ അവര് ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ പുതിയുടെ പേരെന്താണ് സാർ? പേര് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓഫീസ് നമ്പർ എഴുതിയിട്ടുണ്ട്. ശരി. ഈ ഇറിഗേഷൻ വകുപ്പ്, ഞാൻ ഈ വാർത്ത കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകനാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായതും ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയതും, അതായത് ഈ കഴിഞ്ഞ പ്രാവശ്യം ഡ്രഡ്ജ് ചെയ്തത് പിന്നെ IREL-ഉം മണൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയത് KMML-ഉമാണ്. ഈ പ്രാവശ്യം നേരെ തിരിച്ച് KMML ഡ്രഡ്ജ് ചെയ്യുന്നു, ഇവര് പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് 50% ഇവിടെ കൊടുക്കുന്നു, 50% IRE. നിങ്ങൾ ഈ പറയുന്നത് ശരിയായി. നമ്മളിത് അതായത് 4 ദിവസം മുമ്പ് ഫയൽ ചെയ്ത സ്റ്റോറിയാണ് ഇന്ന് നിങ്ങൾ. അല്ല, ഞാൻ കരുതുന്നത് ഈ 4 ദിവസം മുമ്പും ഇന്നുമായിട്ട് വ്യത്യാസമില്ല. സാറ് കൃത്യമായി അന്വേഷിച്ചിട്ടില്ലെന്നാണ് അതിനകത്ത് പറയേണ്ടത്. ഇത് 4 ദിവസം കഴിഞ്ഞുണ്ടായ ഒരു സാധനമാണോ സാറേ? അല്ല അതല്ല നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്നത് ഞാനത് നമ്മൾ വിളിച്ച അപ്പൊ അന്വേഷിക്കുമ്പോൾ ഇവർക്ക് അതിനകത്ത് ഉത്തരവില്ല. ഞാൻ ആ സ്പോട്ടിൽ പോയി സമരസമിതി പറയുന്നത് നിങ്ങൾ കേട്ടു. അപ്പൊ ഞാൻ ഇവരുടെ ഭാഗം കേൾക്കാനായിട്ട് ഞാൻ വിളിച്ചു. അപ്പൊ അവർ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് തീരുമാനം അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് മറ്റേതാണ് പറയുന്നത്. അതെ, അപ്പൊ തിരുവനന്തപുരത്ത്, അതെ, അപ്പൊ സാർ അവിടെ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്നാണ് അവർക്ക് അതിന്റെ ഫൈനൽ ഡിസിഷൻ വരുന്നതെന്ന് അല്ലേ? അപ്പൊ സാർ തിരുവനന്തപുരത്ത് ആരെങ്കിലും വിളിച്ചോ? അല്ല, തിരുവനന്തപുരത്ത് ഞാൻ ഇവരല്ലേ വിളിക്കുന്നത്. നമ്മൾ ആലപ്പുഴയിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നത്. അപ്പൊ ഞാൻ വ്യവസായ മന്ത്രിയുടെ ഓഫീസിൽ ഒരാളോട് ഞാൻ ബന്ധപ്പെട്ടു. അപ്പൊ അവർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇറിഗേഷൻ വകുപ്പാണ് കസ്റ്റോഡിയൻ. സാർ ഇറിഗേഷൻ വകുപ്പിന്റെ ആലപ്പുഴ ഓഫീസിൽ വിളിച്ചു. അവര് പറഞ്ഞു തിരുവനന്തപുരത്തെ ഓഫീസിലാണ് ഇതിന്റെ തീരുമാനം എടുക്കുന്നത്. അവരാദ്യം ഇതിനോട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പുതിയ ആയിട്ടേ ഉള്ളൂ, ഇത് പരിശോധിച്ചിട്ട് പറയാം, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സോഴ്സ് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് തിരുവനന്തപുരത്തായിരിക്കും, നമുക്ക് ഇവിടെ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ തിരുവനന്തപുരത്തേക്ക് സാർ വിളിച്ചോ? ഇല്ല, തിരുവനന്തപുരത്ത് ഞാൻ വിളിച്ചില്ല. തിരുവനന്തപുരത്ത് എന്റെ ജൂറിസ്ഡിക്ഷനിലല്ല. സാർ ഒരു ഞാൻ പറയട്ടെ സാറ്, സാറ് ഒരു പരിണിതപ്രജ്ഞനായ മാധ്യമ പ്രവർത്തകനാണ്. അങ്ങേ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് അപ്പുറം ആ വാർത്ത ഒരു പിന്നെ കേരളം മുഴുവൻ ഉള്ള ഒരു വാർത്തയാണ്. അത് മാത്രമല്ല തിരുവനന്തപുരത്ത് തീരുമാനം എടുക്കേണ്ടതാണ്. അപ്പൊ തിരുവനന്തപുരത്തേക്ക് സമരം എടുക്കുന്നത് ഞാൻ ആലപ്പുഴയിൽ അവിടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഈ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നവർ പറയുന്ന വാർത്തയാക്കുന്നതാണ്. സമരസമിതി ആരോപിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ആ വാർത്ത വന്നിരിക്കുന്നത്. അതായത് ടെൻഡർ വിളിച്ചുകൊണ്ട് ആ ടെൻഡർ പിന്നെ IRE ഏൽപ്പിച്ചു. IRE ഉപകരാർ വിളിക്കാൻ 23-നകം വിളിക്കണം എന്നുള്ള വാർത്ത ആ ദിവസത്തെ വാർത്തയാണത്. നമ്മളവിടെ ഡെസ്കിൽ ഹോൾഡ് ചെയ്ത് 4 ദിവസം കഴിഞ്ഞ് വിട്ടതിന്റെ പ്രശ്നമാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാനത് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിഷേധിക്കുന്നില്ല, ഞാൻ ശരിയാണെന്നും പറയുന്നില്ല. മറിച്ച് ഡെസ്കിൽ ഇത് 4 ദിവസം കഴിഞ്ഞ് വിട്ടുകൊണ്ടാണ് നമുക്കത് പിന്നെ അപ്ഡേറ്റ് ചെയ്തൊരു സ്റ്റോറി വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അതാണ് സാറേ, അവിടെയാണ് പ്രശ്നം. കാരണം ഉണ്ടല്ലോ, സാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ് സാറ് ഈ വാർത്ത 4 ദിവസം ഹോൾഡ് ചെയ്തിട്ട് 4ാമത്തെ ദിവസമാണ് ഈ സാധനം പുറത്തു വിടുന്നത്. ഞാൻ 4 ദിവസം മുമ്പേ ഫയൽ ചെയ്ത വാർത്തയാണിത്. അതെ, മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, ആ 4 ദിവസം ഫയൽ ചെയ്തിട്ട് ഇന്നലെയാണല്ലോ ഈ വാർത്ത വരുന്നത്. അല്ലല്ല, ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഇന്നലെ ഈ വാർത്ത പോയെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ വിചാരിച്ച അന്നേ പോയോ അല്ല സാറേ. അപ്പൊ നോക്കി അപ്പൊ എത്രമാത്രം തെറ്റിദ്ധാരണാജനകമായിട്ടാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അല്ലല്ല, തെറ്റിദ്ധാരണല്ല. ഈ സമരസമിതിയുടെ ആരോപണം ഇപ്പോഴും അതാണ്. സമരസമിതി എന്തെല്ലാം പറയും സാറ്? സമരസമിതിക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? വസ്തുത അന്വേഷിക്കുക എന്നുള്ള എന്താ സാറേ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഞാനൊരു ആരോപണം ഉന്നയിക്കുക. 2000 അല്ല ഞാനിപ്പോ പറയുന്നല്ലോ, പിന്നെ ഇതിനകത്ത് ഈ വിഷയത്തിൽ താല്പര്യമുള്ള ഒരാളാണ് ഈ വിളിക്കുന്ന ആളെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പിന്നെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. പക്ഷെ ഈ നമുക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള എനിക്ക് ഇതിനകത്ത് ഖനനം ചെയ്യുന്നതിനോടോ ഖനനത്തിന് അല്ല ഞാൻ ചോദിക്കുന്നത് സാറിന്റെ പിന്നെ വ്യക്തിപരമായ കാര്യമല്ല. ഞാൻ പറയുന്നത് ഒരു വാർത്ത അതൊരു പ്രമുഖ ചാനലിലൂടെ വരികയാണ്. അതാരാണ് പറയുന്നത്? ഏതെങ്കിലും സാധാരണ മാധ്യമ പ്രവർത്തനമല്ല. ശ്രീജിത്ത് എന്ന് പറയുന്ന പണ്ട് തൊട്ട് ഈ ചാനൽ തുടങ്ങിയപ്പോ തൊട്ട് കേൾക്കുന്ന ഒരാൾ. അല്ലല്ല പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാർ കേൾക്ക്. സാറിത് കേൾക്ക്. 1 മിനിറ്റ് 1 സെക്കൻഡ് കേൾക്ക്. ഞാൻ പറയുന്ന കേൾക്ക്. നിങ്ങൾ തിരിച്ചിട്ട് പോട്ടെ. ഞാൻ സാധാരണ മനുഷ്യൻ തന്നെ. അത് ശരി, ഓക്കെ. അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സാർ ഒരു കാര്യം നമ്മളൊരു വാർത്ത കാണുകയാണ്. ഏതെങ്കിലും പുതിയൊരു വാർത്ത നിങ്ങൾ ഈ പറഞ്ഞ സംഭവം 4 ദിവസം കഴിഞ്ഞത്
നിങ്ങളത് കാണുമ്പോൾ ആ ഇഷ്യൂ ഉണ്ട്, ഞാനത് ഇല്ലെന്ന് പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ അതിന്റെ പക്ഷെ അപ്പൊ ഒരു തിരിച്ചു വരണ്ടേ സാർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു തിരിച്ചു വരണ്ടേ? കളക്ടറുടെ അവിടെ വരെ നമ്മൾ ബന്ധപ്പെട്ടു, ഇവരാരും ഇതിനോട് പ്രതികരിക്കത്തില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് സാറിനൊരു ഉത്തരം കിട്ടി. എന്താണ്? തിരുവനന്തപുരത്താണ് അത് തീരുമാനിക്കുന്നത്. സാറ് പറയുന്നു തിരുവനന്തപുരത്ത് എനിക്ക് വിളിക്കാൻ, ഞാൻ ആലപ്പുഴ ജില്ല നോക്കുന്ന ഒരാളാണ്, ആലപ്പുഴ ജില്ല മാത്രമേ നോക്കുള്ളൂ. അല്ലല്ല, അങ്ങനല്ല, ഞാനത് നിങ്ങളോട് ആ പറഞ്ഞോളപ്പോൾ നിങ്ങൾക്ക് തന്നെ, ഞാൻ ആലപ്പുഴ കളക്ടറോടക്കം നമ്മുടെ കളക്ടറേറ്റ് അടക്കം ഞാൻ കരുതി വിളിച്ചു. അതിനകത്ത് നമുക്ക് കഴിയും. നമുക്ക് വേറെ ഇത് മാത്രമല്ലല്ലോ, നമ്മൾ വേറെ ഇവിടെ നടക്കുന്ന ചെറിയ വാഹനം. അയ്യോ സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ കരിമണൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയ്ക്ക് കേരളത്തിലുള്ള പ്രസക്തി എന്താണെന്ന് സാറ് പറയണോ? സാറ് എന്തായാലും അങ്ങനെ കാണുന്നത്? ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ആറാട്ടുപുഴയ്ക്ക് ഇപ്പുറത്തുള്ള കരയിൽ ജീവിക്കുന്ന ആളാണ്. ഞാൻ എന്റെ വീട് ആറാട്ടുപുഴയ്ക്ക് കിഴക്കേക്കരക്കാരനാണ് ഞാൻ. അപ്പൊ എനിക്ക് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് സാമാന്യ ധാരണയൊക്കെ ഇതിനെക്കുറിച്ചുണ്ട്. അപ്പൊ ഇത് ഖനനം ചെയ്യുന്ന പോലുള്ള ഗുണമെന്താ കുഴപ്പമെന്താ എന്നൊക്കെ കുറിച്ച് എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പറഞ്ഞ നമ്മൾ കളക്ടറെടുത്ത് ഈ 11, ഞാൻ ഇനിയിപ്പോ പറയുന്നല്ലോ, 11 കിലോമീറ്റർ ഡ്രഡ്ജ് ചെയ്ത് വന്നിട്ട് വേണം ഇതെന്നുള്ള റിപ്പോർട്ട് ഇപ്പോഴത്തെ കളക്ടർ ആയിരുന്നു അന്നത്തെ ചീഫ് എഞ്ചിനീയർ ഇറിഗേഷന്റെ. ആ 11 കിലോമീറ്റർ വിയവരത്ത് മുതൽ ഇങ്ങോട്ട് ഡ്രഡ്ജ് ചെയ്യണമെന്ന് ഇത് എന്തെങ്കിലും ചെയ്തോ? ഈ വർഷം ഈ ഖനനം ചെയ്യുന്ന അല്ലല്ല വിയപുരത്തുനിന്ന് മറ്റേ ഷട്ടർ വഴി സ്പിൽവേയിലേക്ക് വരുന്നത് ഡ്രഡ്ജിങ് ഇതുവരെ നടന്നിട്ടില്ലെന്നാണ് സാർ പറയുന്നത്? അല്ല, നടന്നതിൽ കുറെ കൊണ്ടുവന്നു, പിന്നെ കുറച്ച് അവിടെ നിൽക്കുന്നു. ഇപ്പൊ നിങ്ങൾ വിയപുരത്ത് ആറ്റിന്റെ അവിടെ പോയി നോക്കി, എന്നെ അവിടുന്ന് ഒരാൾ വിളിച്ചാണ്, എനിക്ക് പോകാൻ സമയമില്ലാണ്ട്. അതായത് പലയിടത്തും ഈ എക്കലും മൂടി ഇങ്ങനെ കൂന പോലെ ആറ്റിൽ കിടക്കുക. അതെന്താണ് സാർ അവിടെ അങ്ങനെ വന്നത്? എന്താണ് അവിടെ ഡ്രഡ്ജിങ് നടത്തുന്ന സമയത്ത്? അല്ല കേൾക്കൂ സാർ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അവിടെ എക്കൽ അടിച്ച് കിടക്കുന്നതെന്ന് പറയുന്നത്. ഡ്രഡ്ജിങ് വരുന്ന സമയത്ത് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാർ അവിടെ വന്ന് സമരം ചെയ്തു, അവിടെ ഡ്രഡ്ജിങ് നിർത്തിവെച്ചു. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വിയപുരത്ത് നിന്ന് ഇങ്ങ് പിന്നെ സ്പിൽവേ നമ്മുടെ ഷട്ടർ വരെയുള്ള അതിന്റെ തീരം ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വർക്ക് തുടങ്ങിയില്ലേ? അപ്പൊ ഇങ്ങനെ എല്ലാം ഉണ്ട്. എന്നിട്ട് സാറ് പറയാണ് എനിക്ക് ആലപ്പുഴ ജില്ലാ കളക്ടർ പറഞ്ഞില്ല, അതുകൊണ്ട് ഈ വാർത്ത ഞാൻ അവര് പറയുന്നത് വെച്ചിട്ടു. അത് നോക്കൂ, കരിമണലുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിഷയങ്ങളാണ് വരുന്നത്, എങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് വളരെ കൃത്യം അറിയാവുന്ന നിങ്ങൾ, ആലപ്പുഴയ്ക്ക് അപ്പുറം എനിക്ക് എന്റെ പരിധിയില്ല. അതുകൊണ്ട് ഞാൻ ആലപ്പുഴയും പിന്നെ മറ്റേ ഈ ആരോപിക്കുന്നവരും കരിമണൽ ഖനനത്തിന് ആരോപിക്കുന്നവരുടെയും ചേർന്നുള്ളവരും ഇട്ടു. 4 ദിവസം മുമ്പാണ് അത് ഇട്ടത്. അത് ഇന്നലെ പോയതായിട്ട് സാർ അറിഞ്ഞില്ല. ഇപ്പോ ഞാൻ പറഞ്ഞ ഇതിനകത്ത് കാര്യമുണ്ടെന്ന് സാറും പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറിന് ആ വാർത്ത കണ്ടുകൊണ്ട് അതിനകത്തൊരു തുടർ വാർത്ത ഇട്ടൂടെ? അല്ല, അതാണ് ഞങ്ങളെ പോലുള്ള ജനങ്ങള് അങ്ങേ പോലെയുള്ള പരിണിതപ്രജ്ഞനായ മാധ്യമ പ്രവർത്തകരുടെ ഞാൻ ഇപ്പൊ അങ്ങയുടെ ഈ കാര്യത്തിലുള്ള സവിശേഷമായ താല്പര്യം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അതിനകത്ത് അല്ല എനിക്കത് മനസ്സിലായി. ഞാൻ താങ്കൾക്ക് ഈ കാര്യത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലായി. അപ്പം അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ കാര്യത്തിൽ ഈ കേവലം തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമല്ല, അങ്ങേക്ക് ഇതിനകത്ത് ഇതുമായിട്ട് എന്തോ തരത്തിലുള്ള എനിക്കൊരു തരത്തിലുള്ള അല്ലല്ല ആ രീതിക്ക് പറയണ്ട. എന്നെ സംബന്ധിച്ച് ഐ എം എ സിവിൽ എഞ്ചിനീയർ, ഞാനൊരു ദുബായ് റിട്ടേൺ ആണ്, ഞാൻ ഇവിടെ ഉണ്ട്. ഈ വാർത്ത കാണുമ്പോൾ ആസ് ആൻ എഞ്ചിനീയർ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടിട്ടാണ് ഇതിന്റെ വാർത്തകൾ അന്വേഷിച്ച് ഞാൻ പോയത്. അല്ലാതെ എനിക്കെന്തോ താല്പര്യമുണ്ടെന്നുള്ള വ്യംഗ്യാർത്ഥം വേണ്ട, അത് വേണ്ട. അല്ല അങ്ങ് ഈ പറയുന്നതിനകത്ത് എനിക്ക് താല്പര്യമുണ്ടെന്ന്. ഞാനാണ് വളരെ നിരാശയപരമായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയും ഞാൻ ഒരു കാര്യത്തിൽ നിങ്ങൾ വിളിച്ചത് ഞാനിപ്പം ഇത്ര നേരം നിങ്ങളെ വളരെ ഞാനും അങ്ങനെയല്ലേ സംസാരിക്കുന്നത്. അല്ല താങ്കൾ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നത്, ഞാനൊരു സംസാരമില്ല. അല്ല ഞാൻ പറഞ്ഞത്, അപ്പൊ അങ്ങ് ചെയ്യുന്നതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കാര്യത്തിൽ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ വേർഷൻ എന്താണെന്നുള്ളത് ഞാൻ കളക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഇന്നലെയും ചോദിച്ചിട്ടുണ്ട്. നാളെ കിട്ടുവാണെങ്കിൽ ശരി അതിനൊരു കാര്യം ചെയ്യണം സാർ. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ ജലവകുപ്പിന്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയറെ നേരിട്ട് വിളിക്കൂ. നേരിട്ട് വിളിച്ച് ചോദിക്കൂ. അപ്പൊ അവര് പറയുമല്ലോ എന്താണ് നടക്കുന്നത്. ഇവരാരും ഉണ്ടല്ലോ, നിങ്ങൾ ഈ പറഞ്ഞു ഇവരാരും വിളിക്കാറുണ്ടല്ലോ. സാറ് വിളിച്ചു നോക്കൂ. വിളിച്ചില്ലല്ലോ. ഇവിടുത്തെ മേജർ ഇറിഗേഷന്റെ അത് സാർ ഇവിടെയാണ് ആലപ്പുഴയിലെ കാര്യം വീണ്ടും പറയുന്നത്. ആലപ്പുഴക്കാർക്ക് അതിനെപ്പറ്റിയുള്ള തീരുമാനം തിരുവനന്തപുരത്താണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് അറിയാനൊക്കെയല്ലോ. അത് അവർ എന്നോട് പറയണ്ടേ? എന്നോട് പറയുന്നില്ലല്ലോ. അല്ല, അവർ പറഞ്ഞല്ലേ സാറ് പറയുന്നത് തിരുവനന്തപുരത്താണ് ഇത് എടുക്കുന്നത്? ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വേറൊരു സോഴ്സിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും, ഇവിടെ ക്ലാരിറ്റി ഇല്ല എന്ന് അയാൾ ഔദ്യോഗികമായിട്ട് എന്നോട് പറഞ്ഞതല്ലേ ഇത്.
അല്ല അത് തന്നെ. അപ്പൊ അങ്ങനെ നോക്കൂ, നിങ്ങൾ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾ സോഴ്സ് വെളിപ്പെടുത്താതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് അന്വേഷിച്ചതിന്റെ കൃത്യത വരുത്തില്ല. മാത്രമല്ല ഇതിനെപ്പറ്റി പിന്നെ ഈ കരിമണൽ ഖനനവുമായി നിരന്തരം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ തന്നെ റിപ്പോർട്ടറാണ് ഈ ശ്രദ്ധിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ ഒരു കരാറ് പോലും ഇല്ലെന്നാണ് അന്ന് പറഞ്ഞത്. എന്നിട്ട് അങ്ങേ ഇതിനകത്ത് പിടിച്ചു വലിച്ചിട്ടു. അങ്ങേ പോലെ കൃത്യമായിട്ട് കാര്യം പറയുന്ന ആൾക്കാർ ഇതിനകത്ത് പിടിച്ചു വലിച്ചിട്ടിട്ട് പറയാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ആ CID അവിടുന്ന് മാറിപ്പോയത്? ആ CID പ്രസാദ് എന്താ മാറിപ്പോയത്? അല്ല, സുഹൃത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി പറഞ്ഞില്ല. ദീപു. ദീപു, ഞാൻ ഈ പറയുന്ന സംഗതിയില് പിന്നെ എന്താ പറയുന്നത്, ഞാൻ ഇത് ആദ്യം എന്റെ അറിവിലതില്ല. ഇത് മറ്റേ ഓൺലൈൻ ചെയ്യുന്ന ദീപു ആണോ ഇത്? അതെ ദീപു ആണോ? അതെ. അല്ല ഞാൻ ശ്രീ സാറേ ഒറ്റ കാര്യമുള്ളൂ. ഈ തെറ്റ് നിങ്ങൾ ഇഷ്ടംപോലെ വാർത്ത ചെയ്യുന്നുണ്ടല്ലോ. ശ്രീ സാർ എത്രയോ വാർത്ത റിപ്പോർട്ടറി വന്നിട്ട് ചെയ്തു. ഞാൻ എന്തിനെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഒരിക്കൽ എന്തോ ഒരു തവണ മാത്രമേ ഞാൻ വിളിച്ചിട്ടില്ലേ. അതല്ലാതെ ഞാൻ വിളിച്ചില്ല. കാരണം ഞാൻ ഒരിക്കലും തെറ്റിദ്ധാരണാജനകമായിട്ട് വാർത്ത ചെയ്യാൻ അല്ല, ഇത് തെറ്റിദ്ധാരണാജനകമാണ് സാർ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നാ വാർത്തയുടെ ആകെത്തുക എന്താണ്? ഇതാ പിന്നെ ഇറിഗേഷൻ വകുപ്പ് മാറി നിൽക്കുന്നു. IREL ഇത് ഏറ്റെടുത്തിട്ട് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇതാണ് വാർത്തയുടെ സാരാംശം. നിങ്ങൾ കേട്ടു നോക്കുക വാർത്ത. ഞാൻ വേണേ അയച്ചു തരാം. അതല്ല, എനിക്കറിയാം. IREക്ക് മാത്രമേ ഇത് KMMൽ ഡയറക്റ്റ് എലിമിനേറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് അങ്ങനെയല്ല ഞാൻ പറയാം. അതായത് KMLനും IRELനും മാത്രമേ ഇവിടെ ധാതുമണൽ ഖനനവും അതിന്റെ ഫിൽട്രേഷൻ നടക്കാൻ പറ്റുള്ളൂ. IRE എടുക്കുന്ന അറ്റോമിക് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം IRE ബാക്കിയുള്ളത് വിൽക്കുകയാണ്. IRE എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. KMML ആർക്കും വിൽക്കുന്നില്ല, അവർക്ക് തന്നെ സാധനം വേണം. അപ്പൊ ഇതിനകത്തുനിന്ന് കൊണ്ടുപോകുന്ന മണലിൽ നിന്ന് ഉണ്ടാകുന്ന ഇലിമിനേറ്റ് മുഴുവൻ KMMLനാണ് കൊടുക്കുന്നത്, പുറത്ത് കൊടുക്കുന്നില്ല. IREൽ ആറ്റോമിക് സബ്സ്റ്റൻസ് പൊതുമേഖലയിൽ നിന്ന് ഖനനം ചെയ്യുമ്പോഴും ഇവർ ഇലിമിനേറ്റ് തിരിച്ച് CMRL നിന്ന് ഈ KMML റൂട്ടയിൽ വാങ്ങിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. IRELന്റെ വാങ്ങിക്കുന്നുണ്ട്. IREL CMRL അതെന്താണ്? അത് അവർക്ക് കിട്ടാത്തപ്പോഴാണ് അവർ വാങ്ങിക്കുന്നത്. അവര് ടെൻഡർ വിളിക്കുമ്പോ കിട്ടാത്തപ്പോ ടെൻഡർ വെച്ചിട്ട് ഇവര് ടെൻഡർ വെക്കുന്നു. എനിക്ക് ഇത്രയും സാധനം വേണം എന്ന് ടെൻഡർ വെക്കുമ്പോ CMRLും അത് പിന്നെ വെക്കുന്നു. അപ്പൊ അവര് വെളിയിൽ നിന്നൊക്കെ ഇറക്കുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനം കിട്ടാത്തപ്പോ. അപ്പൊ ആ ടെൻഡർ ഇപ്രകാരം ഇവർക്ക് കുറഞ്ഞത് വയ്ക്കുമ്പോൾ കിട്ടുന്നു. അതേസമയത്ത് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ IREL എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഈ KMRL ആർക്കും ഇലിമിനേറ്റ് കൊടുക്കുന്നില്ല. IREL കേന്ദ്ര സർക്കാർ സ്ഥാപനമായി IREL എന്തിനാണ് കൊടുക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും കേന്ദ്ര സർക്കാർ എന്നൊരു വാചകം നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല, അവരല്ലേ ഈ IREL ഇലിമിനേറ്റ് കൊടുക്കുന്നത് ഈ CMRL. അതായത് ദീപു ഇപ്പോഴത്തെ ഈ പറയുന്ന ഇതിനെ എതിർക്കുന്നവർ ഉന്നയിക്കുന്ന സസ്പീഷൻ അത് ആ പോയിന്റ് അത് തന്നെയാണ്. നമ്മൾ പക്ഷെ ഞാനിപ്പോ അതൊന്നും പറഞ്ഞില്ല, കാരണം എനിക്ക് ഉറപ്പില്ലാത്ത കാര്യം ഞാൻ പറയാൻ പാടില്ല. അതായത് KMMLന് ഈ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. IRELനാണ് ഇത് ചെയ്യുന്നത്. അപ്പം IREL അപ്പൊ ഈ CMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് KMRL എന്ന് പറഞ്ഞ ഉപ കമ്പനി ഉണ്ടോ, കെമറൽ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് സപ്ലൈ ഉറപ്പുവരുത്താനുള്ള ഒരു ഉപാധിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലാണല്ലോ സാർ ഇതൊന്നും പഠിച്ചാൽ മതി. അവിടെ 2 ഭാഗങ്ങളായിട്ട് IRELനും ഇവിടെ ഈ സ്പിൽവേഡ് അവിടെ ഇല്ല, അല്ലാതെ 2 ഭാഗങ്ങളാണ്. ഒന്ന് IRELനും എടുക്കാം, KMMLനും എടുക്കാം. 2 സ്ഥലത്തെ ഈ തോട്ടപ്പള്ളി സ്പിൽവേക്ക് അപ്പുറത്തേക്ക് ഇത് നടന്നിട്ടുള്ളൂ. അതിലൊന്ന് നമ്മുടെ ഈ വലിയഴിക്കൽ നമുക്ക് ഒരു പാലം വന്നില്ലേ, കൊഴിക്ക് കുറുകെ ഒരു പാലം. അതാണ് സാറേ, എനിക്ക് മനസ്സിലായി. അതായത് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് എവിടെയാണെങ്കിലും IRELനും KMLനും മാത്രമാണ് ഈ സ്പിൽവേ അല്ലാതെ ഖനനത്തിന് ഇതുണ്ടായിരുന്നത്. അവിടെ IREL എടുക്കുന്ന മണല് കേൾക്കൂ, IREL എടുക്കുന്ന ഫിൽട്ടർ ചെയ്യുന്ന സാധനമാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഏത് ജില്ലയിൽ നിന്നായാലും മനസ്സിലായി. എനിക്ക് സാർ പറഞ്ഞെനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോട് വാദിക്കുന്നില്ല. ഈ ആലപ്പുഴ ഈ തോട്ടപ്പള്ളി പോയി എനിക്ക് വയസ്സ് 46 കഴിഞ്ഞ് 47 വയസ്സാണ്. ഈ പണ്ട് ഈ പൊഴി മുറിക്കുക എന്നുള്ളതല്ലാതെ അവിടെ ഈ മണൽവാരനില്ല, പണ്ടില്ല. മനസ്സിലായില്ലേ? പൊഴി തുലാവർഷം കഴിയുമ്പോൾ അടയും, കുറച്ച് കഴിയുമ്പോൾ അടഞ്ഞിട്ട് വീണ്ടും അവിടെ മണൽ വരക്കും. അവിടെ ഈ പണ്ട് ആളുകൾ ഈ അരക്കി കന്നാസിൽ വെള്ളം കെട്ടിയാണ്. ഇപ്പോഴത്തെ പോലെ ലൈഫ് ജാക്കറ്റും JCB ഒന്നുള്ള കാലമല്ല. ഞാൻ ഈ പൊഴി മുറിക്കുന്നത് കാണാൻ പോയിട്ടുള്ള ഒരാളാണ്. അല്ല സാറേ, ഇതൊക്കെ പഴയ കഥയല്ലേ. പുതിയതില് നമ്മൾ എന്താണ് സ്റ്റഡി വന്നത് അതിന്റെ വീതി അത് മറ്റേ സ്വാമിനാഥന്റെ ആയാലും IIT ചെന്നൈ ആയാലും അവിടെ വീതി കൂട്ടണം. ആ പൊഴിയുടെ വീതി റൂം ഫോർ റിവറുമായി ബന്ധപ്പെട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ അതിന്റെ വീതി കൂട്ടണം.
എന്നുള്ളത് വന്നിട്ടാണ് ഇത് വന്നത്. എന്തുകൊണ്ടാണ് വർഷത്തിലെ എല്ലാ ദിവസവും വേണമെങ്കിൽ മാറായിരുന്നല്ലോ, ഇവർക്ക് വേറെ ചിന്തയായിരുന്നെങ്കിൽ. അല്ല, അവിടെ മണ്ണ് ഡെപ്പോസിറ്റ് വരുന്ന വിചാരിച്ച് മറ്റു രണ്ട് സൈഡിൽ ഇടത് വരുന്ന കരകളുണ്ട്. അതായത് വടക്കോട്ട് പൊന്തുല, അയ്യോ അങ്ങനെ നമ്മുടെ ഈ പായൽക്കുളങ്ങൾ വരുന്ന സ്ഥലത്ത് സീറോഷാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിന്റെ പഠനമൊക്കെ നടക്കട്ടെ. നിങ്ങൾ എങ്ങനെയാണ് ഒരു കൺക്ലൂഷനിൽ എത്തുക? ഇവിടെ എടുക്കുന്നത് കൊണ്ടിട്ടാണ് അവിടെ വരുന്നത്, എങ്ങനെ കൺക്ലൂഷൻ വരിക? ഞാൻ കൺക്ലൂഷൻ എത്തിയിട്ടല്ലേ അല്ല, നമ്മൾ ഈ അര ബുദ്ധി വെച്ച് നമ്മൾ ആ കാര്യങ്ങളെ, നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ കൊണ്ട് കെട്ടണം. നമ്മുടെ 2-3 ഇരട്ടി വലിപ്പമുള്ള ടെട്രാപോഡുകൾ ഇട്ട സ്ഥലത്ത് പോലും ടെട്രാപോഡുകൾ വലിച്ചുകൊണ്ട് കടയിൽ പോവാ. അല്ല, അത് റോഷൻ, അതൊന്നും ഉടനെ ഉണ്ടാകുന്ന സ്ഥലമല്ല. ടെട്രാപോഡ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി കുറേ നാൾ കഴിയുമ്പോൾ അതിന്റെ അടിയിലെ മണല് സ്വാഭാവികമായ ഒരു ഇറോഷൻ. അത് നമ്മുടെ ഈ ഗ്ലോബൽ വാർമിംഗും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കടലിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് താഴെ ഇത് ഇട്ടതിന്റെ ഫൗണ്ടേഷൻ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ മണ്ണ് പോകുമ്പോൾ ഇത് താഴോട്ട് ഇറങ്ങും. അത് സ്വാഭാവികമാണ്. ഈ നോക്കൂ, പീരിയോഡിക്കലായിട്ട് മാറ്റണമെന്ന് തന്നെയാണ് സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. ചെന്നൈ IIT പറഞ്ഞത് പീരിയോഡിക്കലായി മാറ്റുന്നെന്ന് പറയുമ്പോൾ പോലും ഈ CMRL അസംസ്കൃത വസ്തു ഉറപ്പാക്കാനുള്ള ഒരു താല്പര്യം അത് തെറ്റാണ്. അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഈ പറഞ്ഞ ബാക്കിയുള്ള സ്ഥലം അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വേറെ എന്നെ പറയുന്നത് അനുവദിക്കും. അത് പറഞ്ഞ അങ്ങേക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട. പക്ഷെ അങ്ങേക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ പറയുന്നതിനകത്ത് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അങ്ങേക്ക് ചിന്തിക്കാമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന അതൊന്ന് മനസ്സിലാക്കിത്താ എനിക്ക്. അതാണ് ഞാൻ പറയുന്നത്. അതായത് ബാക്കി ഈ സ്പിൽവേ എന്നല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ഡെസിഗ്നേറ്റഡ് പ്ലേസിൽ നിന്ന് എടുക്കുന്നത് IREL എടുക്കുന്നുണ്ട്, KMML അവർക്ക് ഡെസിഗ്നേറ്റഡ് പ്ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേൾക്കൂ, പറയട്ടെ, മുഴുവൻ പറയട്ടെ. അല്ല അതന്നെ IREL എടുക്കുന്ന സ്ഥലത്തു നിന്നുള്ള ഇലുമിനേറ്റ് അവര് KMRL KMML കൊടുക്കുന്നുണ്ട്. ടെൻഡർ വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവിടെ കൊടുക്കുന്നത്. ഇവിടുന്ന് അതിനകത്ത് കേൾക്കൂ, മുഴുവൻ പറയാൻ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല എന്നർത്ഥം. നിങ്ങൾക്ക് ആ സത്യം കേൾക്കണ്ട, നിങ്ങൾക്ക് ആ നുണ മാത്രം വെച്ച് ഇതിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കില്ലെന്നാണ് മാത്രമാണ് ഉള്ളത്. അല്ലല്ല, നിങ്ങൾ നുണയാണെന്ന് പറയാം. ഞാൻ നിങ്ങൾ പറയുന്നത് എന്റെ ഒരു കാഴ്ചക്ക് ഒരു അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. അല്ല, ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാലല്ലേ അതിനകത്ത് ചോദ്യം വരാൻ സാധ്യതയുള്ളൂ. ഞാൻ മുഴുവൻ പറയട്ടെ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ദീപു പറഞ്ഞല്ലോ IREL എല്ലായിടത്തും എടുക്കുന്നുണ്ട്. അല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അവർക്ക് ഡെസിഗ്നേറ്റഡ് പ്ലേസ് ഉണ്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞത് IREL എല്ലാവരും എടുക്കുന്നതല്ല അത് ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് ഡെസിഗ്നേറ്റഡ് പ്ലേസ് ഉണ്ട്. ഡെസിഗ്നേറ്റഡ് പ്ലേസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഖനനം ചെയ്യാനുള്ള. അതിനകത്ത് നിന്ന് എടുക്കുന്ന ഞാൻ പറയുന്നത് നിങ്ങൾ വെറുതെ ഈ പറയാത്ത കാര്യങ്ങൾ എന്റെ വായിലേക്ക് വെക്കരുത്. ഞാൻ പറഞ്ഞത് ഡെസിഗ്നേറ്റഡ് പ്ലേസസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഡെസിഗ്നേറ്റഡ് പ്ലേസസിൽ നിന്ന് അവർ മണലെടുക്കുന്നുണ്ട്. എവിടെ ഖനനം ചെയ്യാൻ പറ്റുന്നില്ല? അപ്പൊ ഇവരിപ്പോ ഈ സ്പിൽവേ അല്ലാതെ ഒരു സ്ഥലത്തും ഇവർ ഖനനം ചെയ്യുന്നില്ല. അല്ല, അവർക്ക് ഇപ്പൊ റിസോഴ്സസ് ഇല്ല എന്നാണ് അവർ ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർക്ക് ഇപ്പൊ റിസോഴ്സ് ഇല്ല. നോക്കൂ, ഇതാണ് നിങ്ങൾ ഇതിനകത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനങ്ങൾ ചെയ്യരുത്. കാരണം ഇവർക്ക് ഈ CMRL കിട്ടുന്ന ഇലുമിനേറ്റ് എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് പ്ലേസിൽ നിന്ന് അവർ സ്വാഭാവികമായി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എടുക്കുന്നതിനകത്താണ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ അപ്പോൾ അതിന് ആവശ്യക്കാർ കൂടുതലുണ്ട്. KMML കൊടുക്കണം. പക്ഷെ ഈ സ്പിൽവേ എടുക്കുന്ന സമയത്ത് സ്പിൽവേ നിന്ന് മണലെടുക്കുന്ന സമയത്തുള്ള പൂർണ്ണമായ ഇലുമിനേറ്റ് കൊടുക്കേണ്ടത് KMML അപ്പൊ KMML മറ്റേ സ്ഥലത്തു നിന്നുള്ള ഇലുമിനേറ്റ് വാങ്ങുന്നില്ല. അപ്പം അവര് മറ്റുള്ളവർക്ക് കൂടുതൽ കിട്ടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടുന്ന് മണൽ CMRL കൊണ്ടുപോയി. CMRL മണൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങൾ നോക്കൂ, നിങ്ങൾ CID പ്രസാദ് പറഞ്ഞതൊന്ന് കേട്ടു നോക്കൂ എന്തൊക്കെയാ പറഞ്ഞതെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ പേര് പുറത്തു കൊണ്ടുവരുമെന്ന്. നാളിത്രയായി ഇത് പണം വാങ്ങിയ മാധ്യമ പ്രവർത്തകരുടെ പേര് പുറത്തു കൊണ്ടുവരും. നിങ്ങൾ തന്നെയാണ് അഡ്വർടൈസ്മെന്റ് ഇട്ടിട്ട് പറഞ്ഞത്. മാധ്യമ പ്രവർത്തകർ ആരൊക്കെ? ഇതുവരെ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ശ്രീജിത്ത് സാറ് അതെങ്കിലും അതിന്റെ ഒരു തുടർ പ്രക്രിയ എന്ന നിലയിൽ ആ സാധനം കൂടെ പുറത്ത് കൊണ്ടുവരണം.
എനിക്ക് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് അത്ഭുതമാണ് കേട്ടോ. നിങ്ങൾ ഓരോ വ്യക്തികളാണ്. നിങ്ങളൊരു മാധ്യമ സ്ഥാപനത്തിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത്, മാധ്യമ സ്ഥാപനത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാം വ്യക്തിപരമായിട്ട് എങ്ങനെയാണ്? എനിക്ക് അതിനെപ്പറ്റി അവർ പറഞ്ഞ അറിയില്ല. നിങ്ങൾ കളക്റ്റീവായിട്ടല്ലേ ഒരു കാര്യം സംസാരിക്കേണ്ടത്. അങ്ങനെ അങ്ങ് ഇത് AD പ്രസാദ് വെച്ചിട്ട് തലയൂരി പോയൊരു സാധനത്തിൽ കയറി പിടിച്ചിട്ട് വെറുതെ പുലിവാല് പിടിക്കരുത്. പറയുകയാണെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുക, പറയുക എന്നുള്ളത്. ഞാൻ നമുക്ക് പിന്നെ അസത്യമായിട്ടോ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണമെന്നോ ഉള്ള ഒരു ഉദ്ദേശവും ഇല്ല എന്ന് തന്നെ ഞാനും വിചാരിക്കുന്നത്. പക്ഷെ അത് അന്വേഷിച്ച് കൃത്യത വരുത്തണമെന്നാ പറയുന്നത്. അല്ല, അതാണ് ആ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ പോയിന്റിലുള്ള ക്ലാരിറ്റി ഞാൻ ഈ കളക്ടറിന്റെ അവിടുന്ന് സംസാരിച്ചും എനിക്ക് ഇവിടുത്തെ പ്രോസസ്സിംഗ് ഞാൻ ചെയ്ത് ഞാനത് ക്ലാരിറ്റി ഉണ്ടാക്കും എന്നുള്ള കാര്യം ഞാൻ ദീപിൽ ഉറപ്പ് വരുന്നു. ശരി. അല്ല, അതാണ് വേണ്ടത്. ഞാൻ അതിനാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, സാറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഞാനിപ്പോ ദീപു ഇപ്പം ദീപുവിന്റെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒരു കണ്ടന്റിന് വേണ്ടിയായിരിക്കും എന്നെ വിളിച്ചത്. അല്ലല്ല, കണ്ടന്റിന് വേണ്ടിയിട്ടൊന്നുമില്ല. ഞാൻ നോക്കൂ, എനിക്കിതെന്ത് എന്തിന്റെ കണ്ടന്റിന് ഈ വാർത്ത കൊടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ അതിനെപ്പറ്റി ഞങ്ങൾ അതിനെപ്പറ്റി തിരിച്ച് സംസാരിക്കും. അപ്പൊ നേരിട്ട് അങ്ങേ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. അതല്ലേ ഞാൻ എന്തെങ്കിലും സാറ് ഇതിങ്ങനെ പറഞ്ഞതായിരിക്കും. ശ്രീജിത്ത് ഇങ്ങനെ പറഞ്ഞ, ശ്രീജിത്തിന് വേറെ ഉദ്ദേശമുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ലല്ലോ, സാറിനെ നേരിട്ട് വിളിച്ചല്ലേ ചോദിക്കുന്നത്. ഞാൻ എന്തെങ്കിലും സാറിന് ഇതുവരെ സംസാരിച്ചതില് എന്തെങ്കിലും അൺപാർലമെന്ററി ആയിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചോ? നിങ്ങൾ എന്നെ സാറിനൊന്നും വിളിക്കില്ല കേട്ടോ, നമ്മള് അല്ല, അങ്ങനെയല്ല. നോക്കൂ, നിങ്ങൾ അല്ല ഒരു സ്ഥലത്ത് കൃത്യമായ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വിളിച്ചോണ്ട് പേര് വിളിച്ച് ബഹുമാനിക്കാതെ അല്ല, അതല്ല അല്ലല്ല, ഞാൻ അതൊരു അവമാനമായിട്ട് കാണുന്നില്ല. നമ്മള് പിന്നെ യൂണിവേഴ്സലി നമ്മള് ഇന്റർനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യുമ്പം നമ്മുടെ CEO വരെ പേരാ വിളിക്കുന്നത്, മിസ്റ്റർ കൂടെ ചേർത്തിട്ടാ വിളിക്കുന്നത്. ഇവിടെ എനിക്ക് നിങ്ങളോട് ബഹുമാനമാണ്. കാരണം നിങ്ങൾ വളരെ പതിഞ്ഞ ഇതിലായിരുന്നു. നിങ്ങൾ കൃത്യമായി പല വാർത്തകളും അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇത് പറയുമ്പോ AD പ്രസാദ് ഇട്ടിട്ട് പോയ ഒരു സാധനത്തെ പറ്റി നിങ്ങൾ തുടർ വാർത്ത പറയുമ്പോൾ വീണ്ടും ഇതിപ്പോ മനുഷ്യനുള്ള എല്ലാ രീതിയുള്ള ഒരാളാണല്ലോ ഞാൻ. അല്ല, അതെ, അതിനകത്തൊന്നുമില്ല. ഇപ്പൊ നമുക്ക് സാറിന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് സാറ് പറഞ്ഞു എന്ന് പറയാം. പക്ഷെ അത് തിരുത്തണം എന്ന് കൂടെയാണ് എനിക്ക് പറയുന്നത്. നിങ്ങളിപ്പോ ദീപ് ചോദിച്ചാൽ ഞാൻ പറയാം, ദീപ് പോയി കിട്ടാൻ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പോഴത്തെ ഇൻഫർമേഷൻ അത് മാത്രമല്ല, ഈ പറഞ്ഞ 4 ദിവസം മുമ്പ് വലിയ സ്റ്റോറിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതന്നെ എത്ര കുറ്റകരമാണ്. 4 ദിവസം മുമ്പ് കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പൊ അത് വാർത്ത പുറത്തു വരും. അപ്പൊ അത് നമ്മൾ ഈ ഡെസ്കിലേക്ക് പോടിയുള്ള സ്റ്റോറി ചെയ്ത് ഇപ്പൊ നമ്മള് ഓരോ ഇരിക്കുന്നത് നമുക്കൊരു ഉറപ്പ്. നമ്മളിത് ടിവിയുടെ മുമ്പിൽ ഇരിക്കരുത്. നമ്മൾ ഈ മനസ്സിലായി. അല്ല സാർ, അത് സാറിന്റെ കാര്യമാണ്. പക്ഷെ കാണുന്ന ജനങ്ങളാ ഇത് കാണുന്ന. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ജനങ്ങൾ കാണുമ്പോഴല്ലേ അത് വരിക. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ ബുദ്ധിമുട്ടുന്നു, സാറ് ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞതിന് അപ്പുറം ഒരു വാർത്ത ജനം കാണുമ്പോൾ അതായത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കള്ള വാർത്തകൾക്കും കൂടി ചേർത്ത് വെക്കാവുന്ന ഒരു വാർത്തയായിട്ട് ഇത് വരികയാണ്. അപ്പൊ അതല്ല എന്ന് പറയാനും സാറിന് തന്നെ മനസ്സിലായി അത് ഇങ്ങനെ ഇവിടുന്ന് അങ്ങനെയല്ല പുതിയത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനൊരു തിരുത്തെന്നല്ല, സാറിന് എന്താ തോന്നുന്നത് അവിടെ അവര് പറഞ്ഞത് എന്താണ് തോന്നുന്നത്? അതിന്റെ ഞാൻ ആ കാര്യത്തിലുള്ള ക്ലാരിറ്റി ഞാൻ എന്റെ ഭാഗത്തും സംഭവിച്ച മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ സാർ ആ വാർത്ത വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം സാറിന്. ഞാനത് എന്റെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അയച്ചുതരാം. അത് കണ്ടിട്ടൊന്നും എന്റെ മെയിലുണ്ടല്ലോ. ശരി, ഓക്കെ സാർ, താങ്ക് യു. വളരെ വ്യക്തമായി തന്നെ ആ കള്ള വാർത്ത നമ്മൾ പൊളിച്ചിരിക്കുകയാണ്. അദ്ദേഹം അതിന്റെ കൃത്യമായ വാർത്ത കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അദ്ദേഹം അത് കൊണ്ടുവരുന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. കേട്ടില്ലേ, എന്തൊരു മെഴുകലാണ്. വാർത്തയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അതിന്റെ ആധികാരികമായി അറിയാവുന്ന വ്യക്തികൾ, ഇപ്പൊ കരിമണലുമായി ബന്ധപ്പെട്ട് 2 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രഡ്ജിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിനെ ഇലിമിനേറ്റ് ചെയ്ത് ഫിൽട്രേറ്റ് ചെയ്തെടുത്ത് അത് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നതെല്ലാം 2 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അതിൽ IREL എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ പൊതുമേഖലാ സ്ഥാപനവും ഒപ്പം KMRL എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇതിനെയാണ് ഈ നാട്ടിൽ അഴിമതി എന്ന പേരിലൊക്കെ ചാപ്പ കുത്തിക്കൊണ്ട് ഇതിനെ മുൻനിർത്തി ചില ഊഹാപോഹ കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ നാട്ടിൽ ചിലർക്കെതിരെ അവർ ഈ അന്തരീക്ഷത്തിൽ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന വാർത്തയാണ് ഇങ്ങനെ പൊളിഞ്ഞെടുക്കുന്നത്. അതിൽ ആ റിപ്പോർട്ടറിന്റെ ഒരു ഗതികേടിനെ കുറിച്ച് ആലോചിക്കൂ. 4 ദിവസം കഴിഞ്ഞ വാർത്ത വന്ന് ഞാൻ അറിഞ്ഞില്ല അത്ര.
എന്തിനാണ് ഇതിലൊക്കെ പണിയെടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. സ്വന്തമായിട്ട് വാർത്ത കൊടുത്താൽ അത് ഏറിപ്പോണെന്ന് പോലും ഒരു മുതിർന്ന മാപ്ര അറിയുന്നില്ല. താൻ കൊടുത്ത വാർത്ത 4 ദിവസം കഴിഞ്ഞാണ് അത് എയറിൽ വന്നത്. അത് നിങ്ങൾക്ക് അറിഞ്ഞത് കൊണ്ടാണ് അത് എന്തായിപ്പോയത്. ആ ഒരു അപ്ഡേഷൻ വരാത്തത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ കാര്യം അത് ശരിയാണ്, അത് അപ്ഡേഷൻ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ്. ഈ വാർത്ത കേൾക്കുന്നവരെല്ലാവരെയും ഇതുപോലെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നവരായിരിക്കില്ല. അപ്ഡേഷൻ കൊടുക്കാൻ പറ്റില്ലെന്ന് തനിക്കറിയാം. പക്ഷേ നാട്ടുകാരെന്ത് വിചാരിക്കുന്ന ഈ വാർത്ത കേട്ടിട്ട്? ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്, വഴിവിട്ട രീതിയിലെല്ലാം അഴിമതി നടക്കുന്നുണ്ടെന്ന രീതിയിൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് ഒരു കള്ളം പ്രചരിക്കുന്നത്. അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന വാചകം എന്താണ്? ആ സ്റ്റോറി കണ്ടിരുന്നു, അതായത് മാസപ്പടി വിവാദം. ആ വിഷയം എടുത്ത് അങ്ങ് മുന്നിലിടുമ്പോൾ ആരെയാണ് അത് നേരെ എയിം ചെയ്യുന്നതെന്ന് അറിയാലോ. ഇമാതിരി പച്ച കള്ളമൊക്കെ പ്രചരിപ്പിച്ച് വാർത്ത എന്ന പേരിൽ പടച്ചു വിട്ടുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു സംവിധാനത്തെ മനഃപൂർവ്വം മോശമാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാർ വിളിച്ച് ഇതൊക്കെ ചോദിച്ചിട്ട് പോയി നയിച്ചു തിന്നൂടെ എന്ന് ചോദിക്കും. അതാണ് അന്തസ്സുള്ള പണി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിമർശനം നിങ്ങൾക്കെതിരെ ഉയർന്ന എന്താണ്? ഓരോ വിഷയത്തിലും പച്ച കള്ളങ്ങൾ, യാതൊരു തരത്തിലും ക്രോസ് ചെക്ക് ചെയ്യാതെ, അതിന്റെ ആധികാരികത, തെളിവുകൾ ഇതൊന്നും പരിശോധിക്കാതെ ഒരാൾ പറഞ്ഞു, മറ്റേ പരദൂഷണ കമ്മിറ്റിക്കാർ വാർത്ത ചെയ്യും പോലെയാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ അത് കൊടുത്തു. ഞാൻ ആരാണ് ഈ പരദൂഷണം കൊടുക്കാൻ നിൽക്കുന്ന ആള്? ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല എന്ന് ഇതിലൂടെ ബോധ്യപ്പെടുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങളെല്ലാം തുറന്നു കാട്ടപ്പെടും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ശക്തമായ സന്ദേശമാണ് ദീപു ഗോപാൽ എന്നൊരു പൊതുപ്രവർത്തകൻ. അദ്ദേഹം ഇത്തരം കള്ളങ്ങൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായി അന്വേഷിച്ചിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഞഞ്ഞഞ്ഞ പിഞ്ഞഞ്ഞ അതൊക്കെ പറയാൻ നാണം തോന്നുന്നില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ.